Good morning dear students. ഇന്ന് നമ്മൾ 6th ചാപ്റ്റർ ആയിട്ടുള്ള കാസ്റ്റ് റെസ്റ്റോറേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, കാസ്റ്റ് റെസ്റ്റോറേഷൻസ് മെയിൻലി ഞാൻ പാർട്ട് 1 ആയിട്ടും അതുപോലെ തന്നെ പാർട്ട് 2 ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1ൽ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള നോളജാണ്. അതായത് കാസ്റ്റ് റെസ്റ്റോറേഷൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ്, കോൺട്രാ ഇൻഡിക്കേഷൻസ്, ടൈപ്സ്, ക്ലാസിഫിക്കേഷൻസും അടങ്ങിയിരിക്കുന്ന മെറ്റീരിയൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പാർട്ട് 1ൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാർട്ട് 2ൽ കവർ ചെയ്യുന്നത് അതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഭാഗം. അതുകൂടാതെ ഇൻവെസ്റ്റിംഗ് മീഡിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതായത് സ്പ്രൂയിങ്ങും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ സ്പ്രൂ, അതിൻ്റെ റിസർവോയർ, ലെങ്ത്ത്, ചോയ്സ് ഓഫ് ദ റിങ്, കാസ്റ്റിംഗ് റിങ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ പാർട്ട് 2ൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അതുകൂടാതെ ലാസ്റ്റ് സെക്ഷനായിട്ട് കാസ്റ്റിംഗ് ഡിഫക്ട്സിനെ കുറിച്ചും ചെറിയൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാസ്റ്റ് റെസ്റ്റോറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് തുടക്കത്തിൽ തന്നെ കാസ്റ്റ് റെസ്റ്റോറേഷൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ കാസ്റ്റ് റെസ്റ്റോറേഷൻസിൻ്റെ ഡിഫിനേഷൻ എന്ന് പറയുന്നത് ഒരു പ്രിസൈസ് ഡ്യൂപ്ലിക്കേറ്റ് ഫോർ ദ പ്രിപ്പയർഡ് ക്യാവിറ്റിയാണ്. ഓക്കെ, അതായത് പ്രിസൈസ് ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേഷനാണ്. അത് നമ്മൾ ഔട്ട്സൈഡ് ദ ഓറൽ ക്യാവിറ്റി ഉണ്ടാക്കുകയും ഫാബ്രിക്കേറ്റ് ചെയ്യുകയും സിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇൻ പ്ലേസിൽ നമ്മൾ സിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത്, അതായത് ഒറ്റൊരു ഭാഗമായിട്ട് അല്ല, വൺ പീസ് ആയിട്ടാണ് നമ്മൾ സിമെൻറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു റെസ്റ്റോർ ദ ലോസ്റ്റ് ടൂത്ത് സ്ട്രക്ചർ പെർമനൻ്റ്ലി. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഡ്യൂപ്ലിക്കേഷൻ മെത്തഡിനെയാണ് നമ്മൾ കാസ്റ്റ് റെസ്റ്റോറേഷൻസ് എന്ന് പറയുന്നത്. മെറ്റൽ കാസ്റ്റിംഗ്, അതായത് ലോസ്റ്റ് വാക്സ് ടെക്നിക് അല്ലെങ്കിൽ സെയർ പെർഡ്യൂ എന്ന് പറയുന്ന ഒരു മെത്തഡ് ഉണ്ടായിരുന്നു. അതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ആദ്യമായിട്ടും. അതുകൂടാതെ തന്നെ സരൺ ഇൻ 1844 ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് മോൾഡ് വിത്ത് മോൾട്ടൺ ഗോൾഡിനെ കണ്ടുപിടിച്ചു. BF ഫിൽബ്രൂക്ക് എന്ന് പറയുന്ന ഒരാൾ സിംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ദ കാസ്റ്റിംഗ് പ്രോസസ്സ് 1897 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതുകൂടാതെ മെനി ടെക്നീക്സ് ഇൻവോൾവ് ആയിട്ടുള്ളത് ഫ്ലോയിങ് സോൾഡർ ഇൻ ടു ദ മോൾഡ് ഫോർ ഗോൾഡ് ഇൻലേ ഫാബ്രിക്കേഷൻ, പോസ്ലിൻ ഇൻലേസ് 1857 അത് റീപ്ലേസ് ചെയ്യപ്പെട്ടു ബൈ കാസ്റ്റ് ഗോൾഡ് ഇൻലേസ് കാരണം. മെയിൻ ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് വില്യം ടഗാർട്ടാണ്. വില്യം ടഗാർട്ട് 1907 ഫാബ്രിക്കേഷൻ ഓഫ് ദ ഗോൾഡ് കാസ്റ്റിംഗ് അതിൻ്റെ ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ലോസ്റ്റ് വാക്സ് ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വില്യം ടഗാർഡാണ്. പാരലിംഗ് സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1890s സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് മെഷീൻ, അതായത് ജേമിസൺ 1907 അതായത് വില്യം ടഗാർട്ട് കാസ്റ്റിംഗ് കണ്ടുപിടിക്കുന്ന ആ ഒരു ഇതേ സെയിം ഇയറിൽ തന്നെ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ജേമിസൺ 1907. 1985 ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് സെറാമിക് ഇൻലേ ആയിട്ടുള്ള കാഡ് ക്യാമും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ പാർട്ട് വെച്ച് നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരും അതിൻ്റെ ഇൻവെൻഷൻസും. കാസ്റ്റ് റെസ്റ്റോറേഷൻസ് നമുക്ക് എവിടെയൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, അതായത് ഇതിൻ്റെ മെയിൻ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്? ആദ്യമായിട്ടും പറയേണ്ട കാര്യം, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ടൂത്ത് ഇൻവോൾവ്മെൻ്റ് ഉള്ള കേസസിൽ നമുക്ക് സാധാരണ റെസ്റ്റോറേഷൻസ് ഒന്നും പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ കാസ്റ്റ് റെസ്റ്റോറേഷൻസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ്റ്റെൻസീവ് ടൂത്ത് ഇൻവോൾവ്മെൻ്റ് ആണ് ആദ്യത്തെ ഓപ്ഷൻ. അതുകൂടാതെ സെക്കൻഡ് ഓപ്ഷൻ മെയിനായിട്ട് ഒരു ഡിസ്റ്റിങ്വിഷിംഗ് ഫിക്ചറായിട്ട് പറയുന്നത് ക്രാക്ക് ടീത്ത് ആണ്. ഓക്കെ, ക്രാക്ക് ടീത്ത് സിൻഡ്രോമിൽ. അതുകൂടാതെയുള്ള ബാക്കി ഇൻഡിക്കേഷൻസ് ആണ് അഡ്ജങ്ക്റ്റീവ് സക്സസ്ഫുൾ പെരിനോഡൽ തെറാപ്പി, കറക്ഷൻ ഓഫ് ദ ഒക്ലൂഷൻ അല്ലെങ്കിൽ ഡയസ്റ്റമ ക്ലോഷർ, എൻഡോഡോണ്ടിക്കലി ട്രീറ്റഡ് ടീത്ത്, സപ്പോർട്ട് ഫോർ preparatory to partial or complete denture, retainers for fixed processes, partially subgingival restorations, low incidence of plaque accumulation or decay, functionally sound stomatognathtic system with complete freedom of the mandible to move without any premature contact. അതുകൂടാതെ എസ്തെറ്റിക് കൺസേൺസ് വരുന്നത്, അതായത് എസ്തെറ്റിക്കലി ചില ആൾക്കാർക്ക് എനിക്ക് ഗോൾഡ് റെസ്റ്റോറേഷൻ വേണം, എനിക്ക് സ്വർണ്ണത്തിൻ്റെ പല്ല് വേണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കൺസിഡറേഷൻസിൽ നമ്മൾ കാസ്റ്റ് റെസ്റ്റോറേഷൻസ് സ്വീകരിക്കാം. എവിടെയൊക്കെയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? ലാർജ് പൾപ്പ് ചേമ്പേഴ്സ് ഉള്ള കേസസ്, അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള യങ് ടീത്ത് എന്നൊക്കെ പറയുമ്പോൾ ലാർജ് പൾപ്പ് ചേമ്പേഴ്സ് ആയിരിക്കും. അതിൻ്റെ പൾപ്പ് ചേമ്പറിൻ്റെ പൊസിഷൻ ഹൈ ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്യാവിറ്റി കട്ട് ചെയ്യുമ്പോൾ തന്നെ പൾപ്പ് എക്സ്പോഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലാർജ് പൾപ്പ് ചേമ്പേഴ്സ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ്ലി മിനറലൈസ്ഡ് ആയിട്ടുള്ള ഡെഞ്ചിനാണെങ്കിൽ നമ്മളത് ചൂസ് ചെയ്യാൻ പാടില്ല. ഡെവലപ്പിംഗ് ആൻഡ് ഡെസിറ്റസ് ടീത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതായത് ഗ്രോത്തും റീസോപ്ഷനൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ബൈ ട്രോമാറ്റിക് നേച്ചർ ഓഫ് ദ പ്രൊസീജിയർ. ഹൈ പ്ലാക്ക് അല്ലെങ്കിൽ കേരീസ് ഇൻഡൈസസ് ഉള്ള പേഷ്യൻസിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതായത് റിക്കറൻറ്റ് ഈക്കി അല്ലെങ്കിൽ ആക്സലറേഷൻ ഓഫ് ദ പെരിനോഡൽ ഡിറ്റീരിയേഷൻ അങ്ങനത്തെ കേസസിൽ നമ്മൾ ചൂസ് ചെയ്യാൻ പാടില്ല. ഒക്ലൂഷ്യൽ ഡിസ്ഹാർമണി ഉള്ള കേസസും അതുപോലെ ഡിസ്സിമിലർ മെറ്റൽസ്, വേറെ ഓൾറെഡി മെറ്റൽ കണ്ടൻസ് വായ എവിടെയെങ്കിലും റെസ്റ്റോറേഷൻ ബേസിസിലൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും ഈ കാസ്റ്റ് റെസ്റ്റോറേഷൻസ് ചൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ബാക്കിയുള്ള റെസ്റ്റോറേഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് എന്തിനാണ് ഈ കാസ്റ്റ് റെസ്റ്റോറേഷൻസ് ചൂസ് ചെയ്യുന്നത്? എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്? എന്ത് ഗുണമുള്ളതുകൊണ്ടാണ് നമ്മളത് സ്വീകരിക്കുന്നത് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അഡ്വാൻറ്റേജസ് ആയിട്ട് മെയിനായിട്ട് പറയുന്നത് അതിൻ്റെ സ്ട്രെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ അത് മോസ്റ്റ് ഓഫ് ദ ടൂത്ത് സ്ട്രക്ചർ അത് കവർ ചെയ്യുകയും അതിൻ്റെ ഏറ്റവും എന്താ പറയുക, അതൊരു നല്ലൊരു ബൾക്കി റെസ്റ്റോറേഷൻ ആയെങ്കിലും കൂടി പക്ഷേ അതിൻ്റെ സർഫസിൻ്റെയും റിട്ടൻഷൻ പ്രോപ്പർട്ടീസും എല്ലാം കൂടി ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ അതിന് ബെറ്റർ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബയോ കമ്പാറ്റബിലിറ്റി ഉണ്ട്, അതായത് അലർജിക് പേഷ്യൻസിൽ വരെ നമുക്കത് യൂസ് ചെയ്യാൻ സ്വീകാര്യത ഉണ്ട്. കൊറോഷൻ റെസിസ്റ്റൻസ്
ഓപ്ഷൻസ് ഉണ്ട്. ഇൻസ്റ്റൻറ്റേനിയസ് ആണ്, അതായത് കാസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റും. മാക്സിമം ബയോളജിക്കൽ അക്സെപ്റ്റൻസ് ഇതിനുണ്ട്. ലോ വെയർ ആണ്, അതായത് ബാക്കി മെറ്റീരിയൽസിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പം കാസ്റ്റിങ്സ് ഏറ്റവും കൂടുതൽ ഒക്ലൂസൽ ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മിനിമൽ ചേഞ്ചസ് ആണ് അതിന് സംഭവിക്കുന്നത്. അത് ലോ വെയർ ആണ് അതിനുണ്ടാവുന്നത്. കൺട്രോൾ ഓഫ് കോണ്ടൂർ ആൻഡ് കോൺടാക്ട്സ് നമുക്ക് ചെയ്യാൻ പറ്റും. വാക്സ് പാറ്റേൺ ഒക്കെ ഉണ്ടാക്കി നമ്മുടെ രീതിയിലുള്ള ഇഷ്ടത്തിനുള്ള നമുക്ക് കോണ്ടൂറും കോൺടാക്ട്സ് ഒക്കെ പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമുക്കതിൻ്റെ റെപ്ലിക്ക ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് ടെക്നിക്കൊക്കെ സ്വീകരിക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കോണ്ടൂറും കോൺടാക്ട്സും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ലാർജ് ആയാലും കോംപ്ലക്സ് റെസ്ട്രേഷൻ ആയാലും നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള രീതിക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് മെയിനായിട്ട് പറയുന്നത് സ്ട്രെങ്ത് തന്നെയാണ് കേട്ടോ. അടുത്തായിട്ട് മെറ്റീരിയൽസ്, നമ്മൾ കാസ്റ്റ് രജിസ്ട്രേഷന് വേണ്ടി ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ADA സ്പെസിഫിക്കേഷൻ നമ്പർ 5 വെച്ച് പറയുമ്പോൾ, അതായത് നമ്പർ 5 ADA സ്പെസിഫിക്കേഷൻ നമ്പർ 5 അനുസരിച്ചിട്ട് 75% നമ്മൾ ഗോൾഡാണ് യൂസ് ചെയ്യുന്നത്, AU ആണ്. അതുകൂടാതെ പ്ലാറ്റിനം ബേസ്ഡ് ആയിട്ടുള്ള അലോയ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതർ കാസ്റ്റബിൾ മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അതായത് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 ഗോൾഡ് അലോയ്സ്, ലോ ഗോൾഡ് അലോയ്സ്, അതായത് ലോ ഗോൾഡിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞ AU ലെസ് ദാൻ 50% ആയിട്ടുള്ള അലോയ്സ് അവൈലബിൾ ആണ്. നോൺ ഗോൾഡ് പലേഡിയം ബേസ്ഡ് അലോയ്സും അവൈലബിൾ ആണ്. നിക്കൽ ക്രോമിയം ബേസ്ഡ് അലോയ്സും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കാസ്റ്റബിൾ മോൾഡബിൾ സെറാമിക്സും അവൈലബിൾ ആണ്. അങ്ങനെ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ആണ് നമ്മൾ കാസ്റ്റ് റെസ്ട്രേഷൻസിന് വേണ്ടി ചൂസ് ചെയ്യുന്നത്. ഓരോ മെറ്റീരിയൽസും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ AU, അതായത് ഗോൾഡ്, അതിന് ഡീഫോമബിലിറ്റി ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, ഹാർഡ്നെസ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് ഒരു യെല്ലോ കളർ ഉണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് MCQസിൽ അധികം ചോദിക്കുന്നത് അതിന് ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് 19.3 gram per cubic mm ആണ്. ഓക്കെ, 19 ആണ്, 19.3 അതാണ് ഡെൻസിറ്റി. ഇനി പ്ലാറ്റിനം പലേഡിയം ഒക്കെ റിജിഡിറ്റിയും നോബിലിറ്റിയും സ്ട്രെങ്ത്തും ഹാർഡ്നെസ്സും അതുപോലെ തന്നെ വൈറ്റനിങ് ഓഫ് ദി അലോയും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ രണ്ട് മെറ്റീരിയൽസാണ്. വൈറ്റനിങ്, ഓക്കെ. മിമിക് ചെയ്യുന്നത്, അതായത് AUവിനെ മിമിക് ചെയ്യുന്ന വേറൊരു മെറ്റീരിയലാണ് സിൽവർ, അതായത് AG. അത് ഡീഫോമബിലിറ്റി എഫക്റ്റിനെ മിമിക് ചെയ്യുന്നു, അതുപോലെ തന്നെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നു നോബിലിറ്റീനെ. ഇനി പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുള്ള സിൽവർ ഗോൾഡ്, അതായത് ഇൻ്റർ മെറ്റാലിക് കോമ്പൗണ്ട് ആണ്. അത് ഹാർഡനിങ് പ്രോസസ്സ് വഴിയാണ് നമുക്ക് കിട്ടുന്നത്. കോപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുന്നത് ഹാർഡ്നെസ്സും സ്ട്രെങ്ത്തും ആണ്. ഓക്കെ, സ്ട്രെങ്ത്തിനും ഹാർഡ്നെസ്സിനും നമ്മൾ കോപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. നോബിലിറ്റി പക്ഷേ അത് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സിങ്ക് വെച്ച് നോക്കുമ്പോൾ സിങ്കിന് മെയിനായിട്ട് പറഞ്ഞൊരു ഫീച്ചർ എന്ന് പറയുമ്പോൾ എസെൻഷ്യൽ ഡീഓക്സിഡൈസർ ആണ്. അതായത് കാസ്റ്റിംഗ് ചെയ്യുന്ന പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീഓക്സിഡൈസറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിങ്ക് ആണ്. ഓക്കെ, റീപ്ലേസ്ഡ് ഇഫ് ദ അലോയ് ഈസ് ടു ബി ബെസ്റ്റ് റീകാസ്റ്റ്. ഇനി ഇൻഡിയം റിഫൈൻസ് ദ ഗ്രെയിൻ ഓഫ് ദ ഫൈനൽ അലോയ്, സ്കാവഞ്ചർ ഫോർ ദ അലോയ് ഡ്യൂറിങ് ദ കാസ്റ്റിംഗ് പ്രൊസീജിയർ. സ്കാവഞ്ചർ ആയിട്ട് അറിയപ്പെടുന്നത് ഇൻഡിയം ആണ്. ഓക്കെ, റിവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ ADA 2003 നോക്കുമ്പം അത് 3 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഹൈ നോബിൾ, നോബിൾ, പ്രിഡോമിനൻ്റ്ലി ബേസ് മെറ്റൽ അലോയ്സ്. ഓക്കെ, ഹൈ നോബിൾ എന്ന് പറയുമ്പോൾ HN, അതായത് ടൈറ്റാനിയം അലോയ്സ് അടങ്ങിയിട്ടുള്ളതാണ് ഹൈ നോബിൾ, ഏറ്റവും നോബിളസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണത്. പിന്നെ നോബിൾ, അതായത് നോബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. അതുകൂടാതെ പ്രിഡോമിനൻ്റ്ലി ബേസ് മെറ്റൽസ് അടങ്ങിയിട്ടുള്ളത് PB എന്ന് പറയുന്ന കാറ്റഗറി. ഇങ്ങനെ 3 കാറ്റഗറീസിലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പീരിയോഡിക് ടേബിൾ നോക്കുമ്പം നമ്മൾ 8 നോബിൾ മെറ്റൽസ് ആണ് കാണിക്കുന്നത്. നോബിൾ ആയിട്ടുള്ളത് 8 മെറ്റൽസ്. ഗോൾഡ്, പ്ലാറ്റിനം ഗ്രൂപ്പ് മെറ്റൽസ്, അതായത് പ്ലാറ്റിനം, പലേഡിയം, റോഡിയം, റുഥീനിയം, ഇറിഡിയം, ഓസ്മിയം അങ്ങനെയൊക്കെയുള്ളതും. അതുകൂടാതെ സിൽവർ. ഇനി എങ്ങനെ വെച്ച് കഴിഞ്ഞാലും സിൽവർ മോർ റിയാക്റ്റീവ് ഇൻ ദ ഓറൽ ക്യാവിറ്റി ആണ് ആൻഡ് ഈസ് നോട്ട് കൺസിഡേർഡ് എ നോബിൾ മെറ്റൽ. ബേസ് മെറ്റൽസ് എന്ന് പറയുമ്പം ഡെൻറ്റൽ അലോയ്സിൽ മോസ്റ്റ്ലി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് സിൽവർ, കോപ്പർ, സിങ്ക്, ഇൻഡിയം, ടിൻ, ഗാലിയം ആൻഡ് നിക്കൽ. ഇത്രയും മെറ്റീരിയൽസ് ആണ് നമ്മൾ, അതായത് ഇത്രയും ബേസ് മെറ്റീരിയൽസിനാണ് നമ്മൾ മോസ്റ്റ്ലി ഡെൻറ്റൽ അലോയ്സിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ യൂസസ് എന്ന് പറയുന്നത് ഫാബ്രിക്കേഷൻ ഓഫ് പാർഷ്യൽ ടിഞ്ചർ ഫ്രെയിംവർക്ക് ആവാം, കാസ്റ്റിംഗ് ആൻഡ് റോട്ട് അലോയ്സ് ആവാം, സർജിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ പ്രിപ്പറേഷൻ ആവാം, അല്ലെങ്കിൽ പെരിഡോണൽ സ്പ്രിൻസും ആവാം. നോബിൾ മെറ്റൽ അലോയ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ നോബിൾ മെറ്റൽ അലോയ്സ് എന്ന് പറയുന്നത് ഏതർ ഗോൾഡ് ആവാം അല്ലെങ്കിൽ പ്ലാറ്റിനം ആവാം. അതിൽ പ്രിൻസിപ്പൽ മെറ്റൽ ആയിരിക്കും. ഓക്കെ, പ്രിൻസിപ്പൽ മെറ്റൽ ബൈ വെയ്റ്റ് പെർസെൻറ്റേജ് ആണ്. ദർ ആർ സെവറൽ ക്ലാസിഫിക്കേഷൻ ഫോർ ഡെൻറ്റൽ കാസ്റ്റിംഗ് അലോയ്സ്. ഫസ്റ്റ് ആയിട്ട് പറയുന്നത് അലോയ് ടൈപ്പ് ബൈ ദ നോബിലിറ്റി ആണ്. ഓക്കെ, ബീങ് ദ സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ഗിവൺ ബൈ ADA ഇൻ ദ ഇയർ 1984. 3 categories: high noble, noble and predominantly base metal. അലോയ് ടൈപ്പ് ബൈ നോബിലിറ്റി വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 1, 2, 3 കാറ്റഗറീസ്. ഓക്കെ, ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഹൈ നോബിൾ അലോയ്സ് ആണ്, വിച്ച് കണ്ടെയ്ൻ മോർ ദാൻ 60% വെയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ദ നോബിൾ മെറ്റൽസ്, അതായത് മോർ ദാൻ 40% ആയിട്ടുള്ള AU അടങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് കാറ്റഗറി നോബിൾ അലോയ്സ് ആണ്. അതിൽ മോർ ദാൻ 25% ഓഫ് ദ നോബിൾ മെറ്റൽസ് ആണ് അടങ്ങിയിരിക്കുന്നത്. നോബിൾ അലോയ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 25% ഓഫ് ദ നോബിൾ അലോയ്സ് ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് പ്രിഡോമിനൻ്റ്ലി ബേസ് മെറ്റൽസ് ആണ്. അപ്പോൾ അതിൽ ലെസ് ദാൻ 25% ആണ് നോബിൾ മെറ്റൽസിൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ നോബിൾ മെറ്റലിറ്റി, അതായത് നോബിലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് കാറ്റഗറി 1, 2, 3.
1927 ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ അത് ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് അലോയ്സിനെ 4 ടൈപ്പായിട്ടാണ് അക്കോർഡിംഗ് ടു ദെയർ കോമ്പോസിഷൻ, ദെയർ യൂസ് ആൻഡ് ദ എമൗണ്ട് ഓഫ് സ്ട്രെസ്. ഓക്കെ, അങ്ങനെ എമൗണ്ട് ഓഫ് സ്ട്രെസ് ദേ വിൽ ബി സബ്ജക്റ്റഡ് ടു. അങ്ങനെയുള്ള 3 കാറ്റഗറീസിലായിട്ടാണ് 4 ടൈപ്സ് ഓഫ് ആയിട്ടാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. മോസ്റ്റ് പ്രിവലൻറ്റ് ക്ലാസിഫിക്കേഷനാണിത്. അതായത് ഹാർഡ്നെസ് ഇൻക്രീസസ് ഫ്രം ടൈപ്പ് 1 ടു ടൈപ്പ് 4, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 ആയിട്ടാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഹാർഡ്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് മെയിനായിട്ട് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ ലോ സ്ട്രെങ്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ടൈപ്പ് 1 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഫാബ്രിക്കേഷൻ ഓഫ് കാസ്റ്റിംഗ് സബ്ജക്റ്റ് ടു മിനിമൽ സ്ട്രെസ്സിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒക്കെ മിനിമൽ സ്ട്രെസ് സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട്. മിനിമം ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 80 MPa ആണ്. മിനിമം പെർസെൻറ്റേജ് ഓഫ് ഇലാങ്ങേഷൻ എന്ന് പറയുന്നത് 18% ആണ്. ഓക്കെ, ഇപ്പോൾ 1880 യൂസ് ചെയ്തിരിക്കുന്നത് ഇൻലേസും ക്ലാസ് 3, ക്ലാസ് 5 റെസ്ട്രേഷൻസിലുമാണ്. മോർ ഈസിലി ബേണിഷബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കേണ്ട കാര്യം മിനിമൽ സ്ട്രെസ് ബെയറബിൾ ആയിട്ടുള്ള സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ് ടൈപ്പ് 1. ടൈപ്പ് 2 എന്ന് പറയുന്നത് മീഡിയം സ്ട്രെങ്ത് ബെയർ ചെയ്യാൻ പറ്റുന്നതാണ്. യൂസ്ഡ് ഫോർ ഫാബ്രിക്കേഷൻ ഓഫ് കാസ്റ്റിംഗ് സബ്ജക്റ്റ് ടു മോഡറേറ്റ് സ്ട്രെസ്. ഇൻലേസ് ഫുൾ ക്രൗൺസും ഓൺലൈസും അതുപോലെ തന്നെ ഫുൾ തിക്ക് 3/4 ക്രൗൺസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാം. മിനിമം ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 180 MPa ആണ്. പെർസെൻറ്റേജ് ഓഫ് ഇലോങ്ങേഷൻ മിനിമം 10% ആണ്. ഓക്കെ, 180യും 10ഉം. ടൈപ്പ് 3 കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടി, അതായത് ഹാർഡ് ഹൈ സ്ട്രെങ്ത് ആയിട്ട് മാറി. കാസ്റ്റിംഗ് സബ്ജക്റ്റ് ടു ഹൈ സ്ട്രെസ് ബേസ്ഡ് ഏരിയാസിൽ ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. ഫാബ്രിക്കേഷൻ ഓഫ് ഓൺലൈ, തിൻ കോപ്പിംഗ്സ്, 3/4 ക്രൗൺസ്, പോണ്ടിക്സ്, ഫുൾ ക്രൗൺസ്, അതുപോലെ തന്നെ സാഡിൽസ്, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ മെറ്റീരിയൽ ചൂസ് ചെയ്യാം. മിനിമം ഈൽഡ് സ്ട്രെങ്ത് കുറച്ചും കൂടി കൂടി, അതായത് 270 MPaയും മിനിമം പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് 5%. അതായത് ഇലോങ്ങേഷൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞു വരികയും സ്ട്രെങ്ത്തിൻ്റെ പെർസെൻറ്റേജ് കൂടി പോവുകയാണ് ചെയ്യുന്നത്. ഇനി ടൈപ്പ് 4 എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഹാർഡ് ആയിട്ടുള്ളത് വെരി ഹൈ സ്ട്രെങ്ത് ബെയറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ടു വെരി ഹൈ സ്ട്രെങ്ത്, ആ റീജിയൻസിൽ സ്ട്രെസ് ബെയർ ചെയ്യാൻ പറ്റുന്ന ഏരിയയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ്. സച്ച് ആസ് സാഡിൽസ്, ബാർസ്, ക്ലാസ്, പാർഷ്യൽ ജെൻച്ചർ ഫ്രെയിം വർക്ക്, ലോങ് സ്പാൻ ബ്രിഡ്ജ് ഫ്രെയിം വർക്ക്, ഇതിനൊക്കെ ഇത് യൂസ് ചെയ്യാം. മിനിമം ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 300 MPaയും മിനിമം പെർസെൻറ്റേജ് ഓഫ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് 3%. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട പോയിന്റാണ് ടൈപ്പ് 1, ടൈപ്പ് 2 അലോയ്സ് എന്ന് പറയുന്നത് ഓഫൻ റിഫർ ടു ആസ് ഇൻലേ അലോയ്സ്. ഓക്കെ, ഇൻലേ അലോയ്സ് എന്ന് പറയുമ്പോൾ ടൈപ്പ് 1, ടൈപ്പ് 2നെയാണ് ബേസ് ചെയ്തിട്ട് പറയുന്നത്. ടൈപ്പ് 3യും ടൈപ്പ് 4ഉം ജനറലി കോൾഡ് ആസ് ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് അലോയ്സ്. അപ്പോൾ ഇൻലേ അലോയ് എന്ന് പറയുമ്പം നമ്മൾ ടൈപ്പ് 1ഉം 2ഉം ആലോചിക്കുക, അതായത് സോഫ്റ്റും മീഡിയം ഉള്ളത്. ടൈപ്പ് 3 and 4 ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് അലോയ്സ് എന്ന് പറയുന്നത് ഹാർഡ് ഹൈയും എക്സ്ട്രാ ഹാർഡും ആണ്. നമ്മളിപ്പോൾ കുറേ സ്ഥലങ്ങളിൽ പറഞ്ഞല്ലോ ഇൻലേക്ക് വേണ്ടി യൂസ് ചെയ്യാം, ഓൺലൈക്ക് വേണ്ടി യൂസ് ചെയ്യാം, അതിന് യൂസ് ചെയ്യാം, ഇതിന് യൂസ് ചെയ്യാം എന്നൊക്കെ. അപ്പോൾ ഇൻലേയും ഓൺലൈൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണ്ടേ. ഇൻലേ എന്ന് പറയുമ്പം പ്രൈമറിലി ഒരു ഇൻട്രാകൊറോണൽ കാസ്റ്റ് റെസ്റ്റോറേഷൻ ആണ്. നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഓറൽ ക്യാവിറ്റിയാണ്, എന്നിട്ട് അതിനെ നമ്മൾ പ്രിപ്പയർഡ് ക്യാവിറ്റിയിലേക്ക് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള റെസ്റ്റോറേഷനാണ് നമ്മൾ ഇൻലേ റെസ്റ്റോറേഷൻ, അതായത് ഇൻട്രാകൊറോണൽ കാസ്റ്റ് റെസ്റ്റോറേഷനാണ് ഇൻലേ. ഇനി ഓൺലൈൻ എന്താണ്? ഓൺലൈൻ എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ ഓഫ് ഇൻട്രാകൊറോണലും എക്സ്ട്രാ കൊറോണൽ റെസ്ട്രിക്ഷനാണ്. അതായത് 1 or more കസ്പ് കവർ ചെയ്തിട്ടുള്ള ആ സിറ്റുവേഷൻസ് നമ്മൾ പുറമേ തന്നെ ഉണ്ടാക്കി ഇൻട്രാകൊറോണൽ അതുപോലെ തന്നെ എക്സ്ട്രാ കൊറോണൽ, ഇൻട്രാ ആൻഡ് എക്സ്ട്രാ. ഓക്കെ, ഈ പിക്ചറിൽ കാണുന്ന പോലെ നമ്മൾ എക്സ്റ്റേണൽ സർഫസ്, അതായത് 1 or more കസ്പൊക്കെ കവർ ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് പിക്ചറിലെ ഫസ്റ്റ് വൺ ആണ് നമ്മൾ ഓൺലേ, സെക്കൻഡ് വൺ നമ്മൾ ഇൻലേ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇൻലേ എന്താണ്, ഓൺലേ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ടൈപ്സ് ഓഫ് ഇൻട്രാകൊറോണൽ റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ്? ഇൻട്രാകൊറോണൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എക്സ്ട്രാ കൊറോണൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇൻട്രാകൊറോണൽ റെസ്ട്രിക്ഷൻ എന്ന് പറയുമ്പോൾ അത് കോണ്ടൂസ് വിത്തിൻ ദ കോണ്ടൂസ് ഓഫ് എ ടൂത്തിൽ ഇത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇൻലേ, ഓൺലേ, കാസ്റ്റ് ഇൻട്രാക്ലാഡിക്കുലർ പോസ്റ്റ്, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നതാണ് ഇൻട്രാകൊറോണൽ റെസ്ട്രിക്ഷൻസ്. റൈറ്റ് സൈഡിൽ പിക്ചർ നോക്കാൻ നിങ്ങൾക്ക് ഇൻലേ എന്താണ്, ഓൺലേ എന്താണ്, ഓക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നല്ലോ. ഇൻലേ എന്ന് പറയുമ്പോൾ നമ്മൾ വിത്തിൻ ദ ടൂത്ത് സർഫേസ് തന്നെയാണ്. ഓൺലേ എന്ന് പറയുമ്പോൾ 1 or 2 കസ്പും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഇൻലേ പോലത്തെ പ്രിപ്പറേഷനാണ് ഓൺലേ എന്ന് പറയുന്നത്. എക്സ്ട്രാ കൊറോണൽ റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ്? ദാറ്റ് കവർ ദ ഔട്ടർ സർഫസ് ഓഫ് എ ടൂത്ത്. ഓക്കെ, അത് റീക്രിയേറ്റ് ചെയ്യുന്നത് അനാറ്റമിക്കൽ കോണ്ടൂസും കൂടിയാണ്. ഓക്കെ, അതായത് ഫുൾ ഓർ പാർഷ്യൽ കവറേജ്, ക്രൗൺസ്, വീനിയേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം ഇൻട്രാകൊറോണൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എക്സ്ട്രാ കൊറോണൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇൻട്രാ പ്ലസ് എക്സ്ട്രാ നമ്മൾ ഓൺലൈനെ കൊണ്ട് അങ്ങനെ പറയും, പക്ഷേ നോർമലി ഓൺലൈൻ എന്ന് പറയുന്നത് ഇൻട്രാകൊറോണൽ റെസ്ട്രിക്ഷൻ തന്നെയാണ്. ഓക്കെ, ഇൻലേയും ഓൺലൈൻ ഒക്കെയാണ് ഇൻട്രാകൊറോണൽ റെസ്ട്രിക്ഷൻസ്. എക്സ്ട്രാ കൊറോണൽ റെസ്ട്രിക്ഷൻസ് ആണ് നമ്മുടെ ക്രൗൺസും പാർഷ്യൽ വീനിയേഴ്സും ഒക്കെ. നമ്മളിങ്ങനെയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ബെവൽസും ഫ്ലെയർസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, ബെവൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്ലെക്സിബിൾ എക്സ്റ്റൻഷൻസ് ഓഫ് ദ കാവിറ്റി പ്രിപ്പറേഷൻ ആണ് ബെവൽസ് എന്ന് പറയുന്നത്. അത് അലോ ചെയ്യുന്നത് നമ്മുടെ ഇൻക്ലൂഷൻ ഓഫ് ദ സർഫസ് ഡിഫക്ട്സ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ഗ്രൂവ്സ് അല്ലെങ്കിൽ അതർ ഏരിയാസ് ഓൺ ദ ടൂത്ത് സർഫേസിനെ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഫ്ലെക്സിബിൾ എക്സ്റ്റൻഷൻസ് ഓഫ് ദ കാവിറ്റി പ്രിപ്പറേഷൻ ആണ് ബെവൽസ്. ഇനി സ്ലെൻഡർ ഫ്ലെയിം ഷേപ്ഡ് ആയിട്ടുള്ള ഫൈൻ ഗ്രിഡ് ഡയമണ്ട് ആണ് നമ്മൾ ബെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തിന്? ബെവൽ ദ ഒക്ലൂസൽ ആൻഡ് ജിഞ്ചേവൽ മാർജിൻസ്. ഓക്കെ, അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്ലെൻഡർ ഫ്ലെയിം ഷേപ്ഡ് ആയിട്ടുള്ള ഫൈൻ ഗ്രിഡ് ഡയമണ്ട്സ്. ഇനി ടു അപ്ലൈ ദ സെക്കൻഡറി ഫ്ലെയർ ഓൺ ദ പ്രോക്സിമൽ ഫേഷ്യൽ
ആൻഡ് ലിംഗ്വൽ വാൾസ് ഓൾസോ. ഓക്കെ, സെക്കൻഡറി ഫ്ലെയർ എന്നുള്ളൊരു ഫീച്ചറും കൂടിയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫസ്റ്റ് പിക്ചർ സെക്കൻഡറി ഫ്ലെയർ എന്താണെന്ന് കാണിക്കുന്നുണ്ട്, പ്രൈമറി ഫ്ലെയർ എന്താണെന്ന് കാണിക്കുന്നു. ഓക്കെ, പ്രൈമറി ഫ്ലെയറും സെക്കൻഡറി ഫ്ലെയറും. ഇനി ഇത് നമ്മുടെ റിസൾട്ട് ചെയ്യുന്നത് 30 to 40 ഡിഗ്രി മാർജിനൽ മെറ്റൽ എക്സ്പോഷറാണ് ഉണ്ടാക്കുന്നത്, അതായത് ബെവൽസ്. ഓക്കെ, അതുപോലെ തന്നെ 140 to 150 ഡിഗ്രി കേവ് സർഫസ് മാർജിൻ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ അനദർ ബെവൽസ്. ഓക്കെ, അപ്പം ബെവൽസിൽ നമ്മൾ മാർജിൻസിൽ അത് 30 to 40 ഡിഗ്രി ആംഗുലേഷനും അതുപോലെ തന്നെ കേവ് സർഫസ് മാർജിനിൽ അത് 140 to 150 ഡിഗ്രി ആംഗുലേഷനും ഉണ്ടാക്കുന്നത്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കേണ്ട വേറൊരു പോയിൻ്റാണ് ലാപ്പ് അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ജിഞ്ചേവൽ മാർജിൻസിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അത് റിസൾട്ട് ചെയ്യുന്നത് 30 ഡിഗ്രി മെറ്റൽ വിച്ച് ഇസ് ബേണിഷബിൾ. ഓക്കെ, ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ മെറ്റൽ വിച്ച് ഇസ് 30 ഡിഗ്രി ദാറ്റ് ഈസ് ബേണിഷബിൾ. ഇനി സെക്കൻഡ് പിക്ചറിൽ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്ന മെറ്റലിൻ്റെ ആ ഒരു ക്ലാസ് 2 കാവിറ്റി പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഔട്ടർ കാവിറ്റി എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് ബെവൽ ചെയ്തിരിക്കുന്നത് കാണാം. ഓക്കെ, ബെവൽ അല്ലാത്ത സർഫസിലുള്ള ആംഗുലേഷനും ബെവൽഡ് ആയിട്ടുള്ള സർഫസിലെ ആംഗുലേഷനും നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പെരിഫറൽ മാർജിൻ അനാറ്റമി എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ്റെ ഒരു സർക്കംഫറൻഷ്യൽ ടൈ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, പെരിഫറൽ മാർജിനൽ അനാറ്റമി ഓഫ് ദ പ്രിപ്പറേഷൻ നമ്മൾ സർക്കംഫറൻഷ്യൽ ടൈ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് കാരറ്റ് അതുപോലെ തന്നെ ഫൈൻനെസ്? ഓക്കെ, ഇത് രണ്ടും ഇതിൽ ഒരു കാസ്റ്റ് റിസ്ട്രിക്ഷൻസിൽ വരുന്ന വേറൊരു പോയിൻ്റാണ്. നമുക്ക് ചിലപ്പോഴൊക്കെ MCQസിൽ കാരറ്റ് എന്താണ് ഫൈൻനെസ് എന്താണെന്ന് വേറിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇത് രണ്ടും റെഫർ ചെയ്യുന്നത് ഗോൾഡ് കണ്ടൻറ്റ് ഓഫ് ദ അലോയ് ആണ്. അപ്പോൾ ഗോൾഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാരറ്റും ഫൈൻനെസ്സും പറയുന്നത്. കാരറ്റ് എന്ന് പറയുന്നത് 1/24 പാർട്ട് ഓഫ് ദ ഹോൾ ആണ്. ഓക്കെ, അതായത് കാരറ്റ് നമ്മൾ ഗോൾഡിനെ അതിൻ്റെ പാർട്സിൽ നമ്മൾ 24 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 1 പാർട്ടാണ് നമ്മൾ കാരറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുമ്പം 24 കാരറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ 100% ഗോൾഡാണ്, അതായത് 24 കാരറ്റ് 24 ഔട്ട് ഓഫ് 24 ആയി. ഇനി 22 കാരറ്റ് എന്ന് പറയുമ്പോൾ 22 ഔട്ട് ഓഫ് 24 ആയി, അതായത് 22% ഗോൾഡും അതുപോലെ തന്നെ ബാക്കി 2 ഭാഗം നമ്മുടെ നോൺ ഗോൾഡ് ആയിട്ടുള്ള മെറ്റൽസാണ് അടങ്ങിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. അപ്പം എത്രയാണോ നമ്മുടെ ഗോൾഡ് കണ്ടൻറ്റ് അതിനാണ് കാരറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഫൈൻനെസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഗോൾഡ് ഇൻ 1000 പാർട്സ് ഓഫ് ദ അലോയ് ആണ്. ഓക്കെ, 1000 പാർട്സിൽ എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ഫൈൻനെസ് പറയുന്നത്. പ്യുവർ ഗോൾഡ് എന്ന് പറയുന്നത് 1000% ഫൈനാണ്. ടുഡേ ഡെൻറ്റൽ പ്രൊഫഷൻ ഹാസ് ആക്സസ് ടു എ വൈഡ് വെറൈറ്റി ഓഫ് ദ കാസ്റ്റിംഗ് അലോയ്സ്. നമുക്ക് ഒരുപാട് കാസ്റ്റിംഗ് അലോയ്സുമായിട്ടുള്ള ആക്സസ് ഉണ്ട്. പക്ഷേ ഈ അലോയ്സ് എന്ന് പറയുന്നത് സ്പെസിഫിക് ക്ലിനിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇൻലേസ് ഉണ്ടാക്കാൻ ഓൺലേ, ക്രൗൺ, ബ്രിഡ്ജ്, പാർഷ്യൽ ഡെഞ്ചേഴ്സ്, പോഴ്സിലിൻ ഫ്യൂസ്ഡ് മെറ്റൽ റെസ്റ്റോറേഷൻസ്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ഓപ്ഷൻസിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻ്റ് കൺസേൺ വെച്ച് നോക്കുമ്പം അവർക്ക് ഏത് രീതിക്കുള്ള മെറ്റീരിയലാണ് ആവശ്യം അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ മെറ്റീരിയൽ ചൂസ് ചെയ്തിട്ട് ഓരോ പ്രൊസീജിയർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രൊസീജിയറിലേക്ക് കിടക്കാം. പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് കാസ്റ്റ് റെസ്ട്രേഷൻസ് ഉണ്ടാക്കുന്നത് നമ്മൾ കാസ്റ്റിംഗ് പ്രൊസീജിയർ വഴിയാണ്. ഓക്കെ, സംതിങ് ദാറ്റ് ഹാസ് ബീൻ കാസ്റ്റ് ഇൻ ദ മോൾഡ്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു മോൾഡിൽ കാസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ആൻഡ് ഒബ്ജക്റ്റ് ഫോം ബൈ ദ സോളിഡിഫിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ്, അത് ഉണ്ടാവുന്നത് നമ്മുടെ ഒരു ഫ്ലൂയിഡ് സോളിഡിഫൈഡ് ആയിട്ടാണ്. ഓക്കെ, ദാറ്റ് ഹാസ് ബീൻ പോർഡ് ഓർ ഇൻജെക്റ്റഡ് ഇൻ ടു ദ മോൾഡ്. മോൾഡിലേക്ക് നമ്മൾ ഒഴിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അതായത് ഫ്ലൂയിഡ് ആയിട്ടുള്ളൊരു സാധനം കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് സോളിഡിഫൈഡ് ആയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യമുള്ള ആ ഒരു മോൾഡിനനുസരിച്ചുള്ള രൂപത്തിലേക്ക് നമുക്ക് കിട്ടുന്നു. അതിനാണ് കാസ്റ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. എല്ലാ കാസ്റ്റിംഗ് അലോയ്സും ഫസ്റ്റ് ബയോകമ്പറ്റബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ എക്സിബിറ്റ് സൂപ്പർഫിഷ്യൽ അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ടു എൻഷുർ അഡ്വക്കേറ്റ് ഫംഗ്ഷൻ, സ്ട്രക്ചറൽ ഡ്യൂറബിലിറ്റി ഓവർ ദ ലോങ് പീരിയഡ് ഓഫ് ദ ടൈം. ബിക്കോസ് ഇത് ലോങ് പീരിയഡിലേക്ക് റൺ ചെയ്യാനാണ് നമ്മൾ കാസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൈമറി പർപ്പസ് ഓഫ് ദ പ്രോസസ്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പ്രൈമറി പർപ്പസ് അനുസരിച്ചിട്ട് സച്ച് ആസ് ടു റിസ്റ്റോർ ദ ഫംഗ്ഷൻ, എൻഹാൻസ് എസ്തറ്റിക്സ് ഓർ മെയിൻറ്റെയിൻ ഒക്ലൂഷൻ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടാണ് ചോയ്സ് ഓഫ് ദ കാസ്റ്റിംഗ് അലോയ് അല്ലെങ്കിൽ മെറ്റൽ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മളൊരു ഫ്ലൂയിഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് ആണ് നമ്മൾ ഈ മോൾഡിലേക്ക് ഒഴിക്കുന്നത്, അത് നമുക്ക് സോളിഡിഫൈഡ് ആയിട്ട് കിട്ടുന്നു. അപ്പോൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട 2 പോയിൻറ്റ്സ് ആണ് ലിക്വിഡസ് ടെമ്പറേച്ചറും സോളിഡസ് ടെമ്പറേച്ചറും. ഓക്കെ, ലിക്വിഡസ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ അറ്റ് വിച്ച് അലോയ് ബിഗിൻസ് ടു ഫ്രീസ് ഓൺ കൂളിംഗ് അല്ലേ. ഓക്കെ, അപ്പോൾ കൂൾ ചെയ്യുമ്പോൾ എപ്പോഴാണ് അത് അലോയ് ഫ്രീസ് ആവാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ മെറ്റൽ എപ്പോഴാണ് കംപ്ലീറ്റ്ലി മോൾട്ടൺ ഓൺ ഹീറ്റിംഗ്. ഓക്കെ, അതായത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴാണ് മോൾട്ടൺ ആയിട്ട് വരുന്നത്, അതായത് നമ്മൾ ആ ഒരു ഫ്രീസ് ചെയ്യുമ്പം കൂൾ ചെയ്യുമ്പോൾ ഫ്രീസ് ആവുന്ന ആ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുമ്പോൾ മോൾട്ട് ആവുന്ന ആ ഒരു ടെമ്പറേച്ചർ, അതിനാണ് ലിക്വിഡസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോളിഡസ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ആൻ അലോയ് ബിക്കംസ് സോളിഡ് ഓൺ കൂളിംഗ്. ഓക്കെ, കൂളായിട്ട് അത് എപ്പോഴാണോ സോളിഡ് ആവുന്നത്, അല്ലെങ്കിൽ വിച്ച് ദ മെറ്റൽ ബിഗിൻസ് ടു മെൽറ്റ് ഓൺ ഹീറ്റിംഗ്, ഹീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴാണോ മെൽറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അങ്ങനെയുള്ളതാണ് നമ്മുടെ സോളിഡസ് ടെമ്പറേച്ചർ.
ഇനി ഹാർഡ്നെസ്സിനെ കുറിച്ച് പറയുമ്പം ഹാർഡ്നെസ് ഓഫ് ദ അലോയ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് സഫീഷ്യൻറ്റ് ഇനഫ് ടു റെസിസ്റ്റ് ദ വെയർ ബൈ ദ ഓപ്പോസിങ് ടൂത്ത് അല്ലെങ്കിൽ റെസ്ട്രേഷൻ ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് നോട്ട് ബി ഹൈ ഇനഫ് ടു കോസ് വെയർ ഓഫ് ദ ഓപ്പോസിങ് ഇനാമൽ. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് ഇനാമലിനെയും കൺസിഡർ ചെയ്യണം. അപ്പം ഇനാമലിൽ നമുക്ക് വെയർ ചെയ്യാനും പാടില്ല, ഓപ്പോസിങ് ടൂത്തിനെ അല്ലെങ്കിൽ റെസ്ട്രേഷൻ വഴി ഇത് വേറെ ആയി പോകാനും പാടില്ല. അപ്പോൾ അങ്ങനെയായിരിക്കണം അതിൻ്റെ ഹാർഡ്നെസ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. വിക്കേഴ്സ് ഹാർഡ്നെസ് നമ്പർ വെച്ചിട്ട് പറയുമ്പം ഇനാമൽ എപ്പോഴും 340 kg/mm² ആണ് അതിൻ്റെ ഹാർഡ്നെസ്. ഓക്കെ, VHN പറയുന്നത് ഇനാമലിൻ്റെ ഹാർഡ്നെസ് ഓഫ് ആൻ അലോയ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 125. അതുപോലെ തന്നെ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 340. ഓക്കെ, അപ്പോൾ 340നേക്കാളും കൂടുതലോ 125നേക്കാളും കുറവോ ഉള്ള ഹാർഡ്നെസ് നമുക്ക് സ്വീകാര്യമല്ല, അത് ഓർമ്മിക്കുക. ഓക്കെ, ഇനാമലിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത് 340 ആണ്. അതുകൊണ്ട് തന്നെ 340ൽ കൂടുതലോ അല്ലെങ്കിൽ 125ൽ കുറഞ്ഞതോ ആയിട്ടുള്ള ഹാർഡ്നെസ് നമുക്ക് ഈ കാസ്റ്റ് മെറ്റീരിയൽസിന് പാടില്ല. അടുത്ത ടെർമിനോളജി അറിഞ്ഞിരിക്കുന്നത് ഗ്രീനിങ്. ഓക്കെ, ഗ്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ടേം ആണ്. അപ്ലൈ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? പോർസിലിൻ വിച്ച് ഇസ് ഡിസ്കളേർഡ് ഡ്യൂ ടു കണ്ടാമിനേഷൻ വിത്ത് സിൽവർ. ഓക്കെ, നമ്മൾ പോർസിലിൻ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക നമ്മൾ കാസ്റ്റ് റെസ്ട്രിക്ഷൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒരു സിൽവർ കണ്ടാമിനേഷൻ കാരണം ആ പോർസിലിൻ ഡിസ്കളേർഡ് ആവുകയാണെന്ന് അതിനാണ് നമ്മൾ ഗ്രീനിങ് എന്ന് പറയുന്നത്. ഇനി ടോസിലോ എന്ന് പറയുന്ന ഒരാൾ, ഓക്കെ, ടോസിലോ എന്ന് പറയുന്ന ഒരാളാണ് നമ്മൾ ഈ ഗ്രീനിങ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ പറയുന്നതിനനുസരിച്ച് സിൽവർ മേ ബി റെസ്പോൺസിബിൾ ഫോർ സ്റ്റെയിനിങ്. ഓക്കെ, വെൻ ഇറ്റ് ഇവാപ്പറേറ്റ്സ് ആസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് അയൺ ഡ്യൂറിങ് ദ പോർസിലിൻ ഫയറിംഗ്. നമ്മൾ പോർസിലിൻസിൻ്റെ ഫയറിംഗ് പ്രൊസീജിയേഴ്സിന് അണ്ടർഗോ ചെയ്യുന്ന സമയങ്ങളിൽ ആ സമയത്ത് ഈ സ്റ്റെയിനിങ് ഉണ്ടാവാനുള്ള സിൽവർ, ആ കാരണമായ സിൽവർ ഇവാപ്പറേറ്റ് ആയിട്ട് പോകുന്നു. അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആയിട്ട് ഇത് ഇവാപ്പറേറ്റ് ആയി പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടാമിനേഷൻ ഉണ്ടാവുകയും അത് ഡിസ്കളറേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഫയറിംഗ് ചെയ്യുന്ന സമയത്ത് സിൽവർ ആറ്റംസ് എൻറ്റേഴ്സ് ദ ബോഡി ഓഫ് ദ പോർസിലിൻ ഓർ ഡിഫ്യൂസ് ത്രൂ ദ ഗ്ലേസ് സർഫസ് ആൻഡ് കോസ് ഗ്രീൻ, യെല്ലോ ഗ്രീൻ ഓർ യെല്ലോ ഓറഞ്ച് ടു ബ്രൗൺ ഡിസ്കളറേഷൻസ്. അതിനെയാണ് നമ്മൾ ഗ്രീനിങ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് ഗ്രീനിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക? റെഗുലർ യൂസ് ഓഫ് എ ഗ്രാഫൈറ്റ് ബ്ലോക്ക് ടു മെയിൻറ്റെയിൻ എ റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ നിയർ ദ അലോയ് വിച്ച് ഇൻഹിബിറ്റ്സ് ദ ഫോർമേഷൻ ഓഫ് ദ സിൽവർ ഓക്സൈഡ്. ഓക്കെ, സിൽവർ ഓക്സൈഡിൻ്റെ ഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഗ്രാഫൈറ്റ് ബ്ലോക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീനിങ് തടയാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു വഴി എന്ന് പറയുന്നത് pure gold film is fired on the alloy surface. This reduces the amount of free silver ions available on the alloy surface for vaporization. അപ്പോൾ ഈ രണ്ട് ടെക്നീക്സും നമ്മൾ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീനിങ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോൾഡറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾഡറിംഗ് എന്ന് പറയുമ്പോൾ പ്രോസസ് ഓഫ് ജോയിനിങ് 2 മെറ്റൽസ് ആണ്. ഓക്കെ, 2 മെറ്റൽസ് ജോയിൻ ചെയ്യുന്നു വിത്ത് അഡീഷൻ ഓഫ് എ സോൾഡർ മെറ്റൽ. മൂന്നാമതൊരു മെറ്റലിൻ്റെ സഹായത്തോടെ ഒരു 2 മെറ്റൽസ് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള പ്രൊസീജിയറാണ് നമ്മൾ സോൾഡറിംഗ് എന്ന് പറയുക. ക്ലാസ് 1 ക്ലാസ് 2 എന്ന് പറയുന്നത് ഗോൾഡ് സോൾഡേഴ്സ് ആണ്, പ്രഡിക്റ്റബിൾ വിത്തൗട്ട് മച്ച് ഫെയിലിയേഴ്സ്. ഓക്കെ, ക്ലാസ് 1 ക്ലാസ് 2. ക്ലാസ് 3 സോൾഡറിംഗ് എന്ന് പറയുമ്പോൾ റെഡ്യൂസിങ് സോൺ ഓഫ് ദ ഫ്ലെയിം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിൽവർ സോൾഡേഴ്സ് ആണ് മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോൾഡർ മെൽറ്റിംഗ് ടെമ്പറേച്ചർ 150 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ലോവർ ദാൻ ദ മദർ അലോയ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രോപ്പർ ടൈമിങ്ങും അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസും ഒക്കെ ഇതിന് റിക്വയർഡ് ആണ്. ക്ലാസ് 4 എന്ന് പറയുമ്പോൾ ഇനേർട്ട് എൻവയോൺമെൻറ്റിൽ ചെയ്യുന്നതാണ്. ഓവൻ സോൾഡറിങ്ങും ചെയ്യാം. സ്പെസിഫിക് സോൾഡറായിട്ട് നമ്മൾ ഈച്ച് അലോയിലും യൂസ് ചെയ്യണം. അതുപോലെ തന്നെ സോൾഡർ ഫെയിലിയറും ചേഞ്ച് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് ദ മദർ അലോയും ഇതിലെ റിസ്ക് ഫാക്ടേഴ്സാണ്. കാസ്റ്റ് സെറാമിക് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ അറ്റാച്ച്ഡ് യൂണിറ്റ്സ് ഉണ്ടാവും. കാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ടുഗദർ ആയിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. കോൺടാക്റ്റും കോൺടൂഴ്സും ഒക്കെ മോഡിഫിക്കേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബേക്കിംഗ് ഓൺ അലൂമിനസ് പോർസിലിൻ പ്രൊസീജിയറാണ് നമ്മളിതിൽ സ്വീകരിക്കുക. ഓക്കെ, അപ്പോൾ സോൾഡറിംഗ് എന്ന് പറയുമ്പോൾ ജോയിനിങ് ഓഫ് 2 മെറ്റൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അനദർ മെറ്റൽ. ഓക്കെ, ഇതുപോലെ തന്നെ വേറൊരു ടെർമിനോളജിയാണ് വെൽഡിങ്. വെൽഡിംഗ് എന്ന് പറയുമ്പോൾ W ആണല്ലോ. അപ്പോൾ W എന്ന് പറയുമ്പോൾ V എന്ന് ആലോചിക്കുക. അതായത് 2V, അതായത് 2 മെറ്റൽസ്. ഓക്കെ, 2 മെറ്റൽസ് മാത്രം അടങ്ങിയിട്ടുള്ളതിനെയാണ് നമ്മൾ ഫ്യൂഷൻ ഓഫ് 2 മെറ്റൽസ്, അതിനെയാണ് നമ്മൾ വെൽഡിംഗ് എന്ന് പറയുക. ഫ്യൂഷൻ ഓഫ് 2 മെറ്റൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അനദർ മെറ്റൽ ആണെങ്കിൽ അത് സോൾഡറിംഗ് ആണ്. നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഹീറ്റ് സോഴ്സ് എന്താണെന്ന് നോക്കണ്ടേ? മെയിനായിട്ട് ടോർച്ച് ഫ്ലെയിമോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ചൂസ് ചെയ്യുക. ടോർച്ച് ഫ്ലെയിമോ വെച്ച് ചെയ്യുന്നത് ഗ്യാസ് എയർ ടോർച്ച് ഉണ്ട്, ഗ്യാസ് ഓക്സിജൻ ടോർച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഓക്സി അസറ്റിലിൻ ടോർച്ചും ഉണ്ട്. ഓക്കെ, ഇത് മൂന്നും കൂടാതെ ഹൈഡ്രജൻ ഓക്സിജൻ ജനറേറ്ററും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി ഓഫ് ഹീറ്റ് സോഴ്സസ് അവൈലബിൾ ആണെങ്കിലും നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടോർച്ച് തന്നെയാണ്. ഓക്കെ, അതായത് നമ്മൾ കയ്യിൽ പിടിച്ച് ചെയ്യുന്ന പോലത്തെ ടോർച്ച് മെറ്റീരിയൽസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നീഡിൽ ടൈപ്പ് ആയിട്ടുള്ള നമുക്ക് ഹീറ്റ് നമുക്ക് അവൈലബിൾ ആക്കി തരുന്ന മെറ്റീരിയൽസും അടങ്ങിയിട്ടുണ്ട്, ഇപ്പം ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മളിപ്പം ഹീറ്റ് സോഴ്സ് ആയിട്ട് ചൂസ് ചെയ്യാറ്. അപ്പോൾ കോമൺ ആയിട്ടും ഏറ്റവും ഫേമസ് ആയിട്ടും യൂസ് ചെയ്ത് വരുന്നത് ടോർച്ച് ഫ്ലെയിം തന്നെയാണ്. ഓക്കെ, ടോർച്ച് ഫ്ലെയിംസ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ടോർച്ചിനെ നമ്മൾ ബേസ് ചെയ്യുന്നത് വെച്ചാൽ ടോർച്ച് ടിപ്പിൽ നിന്ന് നമുക്ക് 2 ടൈപ്പ് ഓഫ് ടോർച്ച് ടിപ്പ് അവൈലബിൾ ആണ്, മൾട്ടി ഓറിഫൈസും സിംഗിൾ ഓറിഫൈസും. അപ്പോൾ ഇതൊന്നും അല്ല എന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ടോർച്ചിൽ നിന്ന് ലഭ്യമാകുന്ന ആ ഒരു ആ ഒരു ഹീറ്റിൻ്റെ ഡിഫറെൻറ്റ് സോൺസ് നമുക്ക് കാണാം. ഈ ഫസ്റ്റ് പിക്ചറിൽ ഇവിടെ സോൺസ് കാണിച്ചിട്ടുണ്ട്. നോൺ കമ്പഷൻ സോൺ,
കമ്പഷൻ സോൺ, റെഡ്യൂസിങ് സോൺ, ഓക്സിഡൈസിങ് സോൺ, ഇങ്ങനെയുള്ള 4 സോൺസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്, ഈ ഒരു കളർ ഷെയ്ഡിൽ തന്നെയാണ് നമുക്ക് ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് സിലിണ്ടർ നമ്മൾ ഓപ്പൺ ചെയ്യുമല്ലോ, എന്നിട്ട് നമ്മൾ ബേണർ കത്തിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു പ്രകാശമില്ല, അതും ഈ ഒരു കളേഴ്സിൽ തന്നെയാണ് വരിക. അപ്പം ഏറ്റവും ബ്രൈറ്റും ഏറ്റവും കരുത്തുള്ളതും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലെയിമാണ് നമ്മുടെ ഈ റെഡ്യൂസിങ് സോണിലുള്ളത്, അതായത് ബ്ലൂ കളറായിട്ടുള്ളത്. നമ്മളെപ്പോഴും ബ്ലൂ കളറാണോ എന്ന് നോക്കുക. ഓക്കെ, ആ ബ്ലൂ കളർ കുറച്ചും കൂടി റെഡിഷ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഓക്സിഡൈസേഷൻ സംഭവിക്കുന്ന ഒരു ഏരിയ ആണത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് പറ്റും, കൂടുതൽ കരി പിടിക്കാനുള്ള സാധ്യതയുണ്ട് പാത്രങ്ങൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ ആ ഒരു കോമൺ സെൻസിൽ വെച്ചിട്ട് ഓർമ്മിക്കുക. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ 4 സോൺസ് പറഞ്ഞല്ലോ, സോൺ 1 to സോൺ 4. സോൺ 1 എന്ന് പറയുമ്പോൾ കളർലെസ് സോണാണ്, അതായത് നോൺ കമ്പഷൻ സോണും. സോൺ 2 എന്ന് പറയുന്നത് കമ്പഷൻ സോണാണ്. സോൺ 3 ആണ് റെഡ്യൂസിങ് സോൺ. അതുപോലെ തന്നെ സോൺ 4 ആണ് ഓക്സിഡൈസിങ് സോൺ. ഏറ്റവും കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോണാണ് റെഡ്യൂസിങ് സോൺ. അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എന്ത് മെറ്റീരിയൽസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത് റെഡ്യൂസിങ് സോണാണെന്ന് ഓർമ്മിക്കുക. ഇനി പിക്ലിംഗ് എന്നുള്ളൊരു പ്രൊസീജിയർ. പിക്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സർഫസ് ഓഫ് ദ കാസ്റ്റിംഗ്. ഓക്കെ, അത് നമുക്ക് ഡാർക്ക് ആയിട്ട് അവൈലബിൾ ആയിട്ട് കാണാം. അതായത് ഡാർക്ക് എന്ന് പറയുമ്പോൾ അത് ഓക്സിഡൈസേഷനും ടാർണിഷും ഒക്കെ സംഭവിച്ചു, അതായത് ഡാർക്ക് വിത്ത് ഓക്സൈഡ്സ് ആൻഡ് ടാർണിഷ്. സച്ച് ആസ് സർഫസ് ഫിലിം ക്യാൻ ബി റിമൂവ് ബൈ പ്രോസസ് കോൾഡ് ആസ് പിക്ലിംഗ്. അങ്ങനെയുള്ള സർഫസിനെ റിമൂവ് ചെയ്യാൻ പറയുന്ന ഒരു പ്രോസസ്സാണ് പിക്ലിംഗ് എന്ന് പറയുന്നത്. ബെസ്റ്റ് മെത്തഡ് ഫോർ പിക്ലിംഗ് എന്ന് പറയുന്നത് ഒരു കാസ്റ്റിംഗ് ഡിഷ് ആൻഡ് പോർ ആസിഡ് ഓവർ ഇറ്റ്. ഓക്കെ, നമുക്ക് ആ ഒരു കാസ്റ്റിങ്ങിനെ നമുക്കൊരു ഡിഷിൻ്റെ മേലെ വെക്കുക, എന്നിട്ട് അതിന് ആസിഡ് പോർ ചെയ്യുക. ഹീറ്റ് ദ ആസിഡ് ബട്ട് ഡോണ്ട് ബോയിൽ ഇറ്റ്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതനുസരിച്ചിട്ട് ആ ഒരു ആസിഡ് പോർ ചെയ്യുമ്പോൾ തന്നെ അതിലെ ഓക്സൈഡ്സും ടാർണിഷും ഒക്കെ മാറിപ്പോവും. ഇനി 50% HCl സൊല്യൂഷനാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്ന പിക്ലിംഗ് സൊല്യൂഷൻ. ഓക്കെ, പിക്ലിംഗ് സൊല്യൂഷൻ ഓഫ് 50% HCl. It aids in removal of any residual investment as well as the oxides coating in the casting. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഫ്യൂംസ് ഫ്രം ദ ആസിഡ് ആർ ലൈക്ലി ടു കൊറോഡ് ദ ലാബ് ആൻഡ് മെറ്റൽ ഫർണിഷിങ്സ്. അതുപോലെ തന്നെ ഹെൽത്ത് ഹസാർഡും ഷുഡ് ബി വെൻറ്റഡ് ബൈ എ ഫ്യൂം ഹുഡ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് കുറച്ചും കൂടി ശ്രദ്ധയോട് കൂടിയിട്ടാണ് യൂസ് ചെയ്യാനായിട്ട്. കാസ്റ്റിംഗ് പ്രൊസീജിയറിൻ്റെ സ്റ്റെപ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ടൂത്ത് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ടീത്ത് പ്രിപ്പറേഷൻ ചെയ്യുന്നു, ഇംപ്രഷൻ എടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ ഒരു ഡൈ പ്രിപ്പറേഷൻ ഉണ്ടാക്കുന്നു, അതായത് വാക്സ് പാറ്റേൺ ഫാബ്രിക്കേഷൻ ഓഫ് ദ ഡൈ. ഇനി ആ ഡൈയിലുണ്ടാക്കിയ വാക്സ് പാറ്റേൺ ഫാബ്രിക്കേഷൻ നമ്മൾ സ്പ്രൂയിങ് ചെയ്ത് ഇൻവെസ്റ്റിംഗ് പ്രൊസീജിയർ ചെയ്യുന്നു. അവിടെ അത് ബേൺ ഔട്ട് ആയി പോകുന്നു, ആ വാക്സ് ബേൺ ഔട്ട് ആയി പോകുന്നു. അവിടെ വെച്ചിട്ടാണ് ആ വാക്സ് ബേൺ ഔട്ട് ആയ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ഈ കാസ്റ്റിംഗ് മെറ്റീരിയൽ ഒഴിച്ചു കൊടുത്തിട്ട് കാസ്റ്റിംഗ് ചെയ്യുന്നത്. അതിനുശേഷം ഡൈവെസ്റ്റിങ്ങും ക്ലീനിങ് ഓഫ് ദ കാസ്റ്റിങ്ങും ചെയ്യുന്നു, ഫിനിഷിംഗ് ഓഫ് ദ കാസ്റ്റിംഗ്. ഓക്കെ, ഇത്രയാണ് കാസ്റ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിലെ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമ്മളൊരു പാറ്റേൺ പ്രിപ്പയർ ചെയ്യുന്നു ഓവർ ദ ഡൈ. ഓക്കെ, അതായത് വാക്സ് പാറ്റേൺ പ്രിപ്പയർ ചെയ്യുന്നു. അത് നമ്മൾ സ്പ്രൂ ബേസ് ഒക്കെ വെച്ചിട്ട് സ്പ്രൂയിങ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഇൻവെസ്റ്റിംഗ് മീഡിയയിൽ വെച്ചിട്ട് അതിനുശേഷം ബേൺ ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും വാക്സ് മൊത്തം ഒലിച്ചു പോയി അവിടെ ഒരു ഗ്യാപ്പ് ഹോളോ ഉണ്ടാവുന്നുണ്ട്. ആ സ്ഥലത്തേക്കാണ് നമ്മൾ കാസ്റ്റിംഗ് മോൾട്ടൺ മെറ്റൽ അലോയ് നമ്മൾ ഒഴിക്കുന്നത്. അവിടെ അത് വെച്ചിട്ട് കാസ്റ്റിംഗ് പ്രൊസീജിയർ, അത് കാസ്റ്റായി വരുന്നു. ഓക്കെ, അപ്പം സോളിഡിഫൈഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ലഭ്യമാണ്. ഇവിടെ നമ്മൾ വാക്സിൻ്റെ ബേൺ ഔട്ട് പ്രൊസീജിയർ പറഞ്ഞല്ലോ, അതിനാണ് നമ്മൾ ലോസ്റ്റ് വാക്സ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ലോസ്റ്റ് വാക്സ് കാസ്റ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫോർ ഫാബ്രിക്കേഷൻ ഓഫ് മെറ്റൽ അലോയ്സ് അപ്ലയൻസസ് ലൈക്ക് ഇൻലി, ക്രൗൺസ് എക്സെട്ര ഔട്ട്സൈഡ് ദ മൗത്തിന് വേണ്ടിയാണ് പ്രിഫർ ചെയ്യുന്നത്. ആക്യുറേറ്റ് വാക്സ് പാറ്റേൺ നമ്മൾ പ്രിപ്പയർ ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക റിഫ്രാക്റ്റീവ് മോൾഡ് മെറ്റീരിയലിൽ. എന്നിട്ട് വാക്സ് ബേൺ ഔട്ട് ആയി കഴിഞ്ഞ ശേഷം മോൾഡ് നമ്മൾ ഒരു അലോയ് ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നു. ഓക്കെ, അത് സോളിഡിഫൈഡ് ആവുകയും കൂൾ ഡൗൺ ആവുകയും ചെയ്തതിന് ശേഷം നമ്മൾ വേണ്ട രീതിക്ക് അതിനെ കട്ട് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഒരു കാസ്റ്റിംഗ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒതൻറ്റിക്കേറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഓഫ് യൂസ് ഓഫ് കാസ്റ്റിംഗ് ഇൻ ഡെന്റിസ്ട്രി അത് ഗിവൺ ബൈ ഡോക്ടർ ഫിൽബ്രൂക്ക് ഇൻ 1897 ആണ്. പക്ഷേ ട്രൂ സിഗ്നിഫിക്കൻസ് ഓഫ് ദ പ്രോസസ്സ് അത് നമ്മളൊരു റീസെർച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ട്രൂ സിഗ്നിഫിക്കൻസ് തന്നിരിക്കുന്നത് വില്യം എച്ച് ടഗാർട്ട്. അത് 1907 Taggart not only developed the described technique, he also reformulated a wax pattern component of the excellent properties and also developed an investment material and even invented a pressure casting machine. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ടഗാർട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതുകൂടാതെ 3 കാര്യങ്ങളും കൂടി ഓർമ്മിക്കുക. 1933 ബ്രോഡ്സ്കി എന്ന് പറയുന്ന ആൾ ഫസ്റ്റ് റിഫ്രാക്ടറി മോൾഡ് കണ്ടുപിടിച്ചു. 1949 മൂറെ ആൻഡ് വാട്ട്സ് ഫോസ്ഫേറ്റ് ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കണ്ടുപിടിച്ചു. അതുപോലെ ഈഥൽ സിലിക്കേറ്റ് ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിച്ചത് 1959 49ഉം 59ഉം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് 1 സെക്ഷനിൽ കാസ്റ്റ് റെസ്റ്റോറേഷൻസിൻ്റെ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മെയിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ഡീൽ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് കാസ്റ്റിംഗ് ചെയ്യുന്നത്, അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും അതിൻ്റെ ക്ലാസിഫിക്കേഷനും മെറ്റീരിയൽസും അഡ്വാൻറ്റേജസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പാർട്ട് 2 കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, ഡൈവെസ്റ്റ്മെൻറ്റ് എന്താണ്, എങ്ങനെയാണ് വാക്സ് ഫാബ്രിക്കേഷനും അതിൻ്റെ കാസ്റ്റിംഗ് പ്രൊസീജിയറിലുള്ള സ്പ്രൂയിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്
നമുക്ക് സെക്കൻഡ് പാർട്ടിലും കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.